ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ആര്യയും അതുപോലെ തന്നെ ശ്യാമളയും ഇന്ദിരയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ നീ ചെന്ന് ഒന്ന് വിളിക്കുക, ശിവരാമേട്ടൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് ഇന്ദിരയോട് പറഞ്ഞപ്പോൾ ഇന്ദിര പറഞ്ഞു ഞാൻ ചെല്ലുമൊന്നുമില്ല. അപ്പം ആര്യ അവിടെ ഇരിപ്പുണ്ട്. എടി പെണ്ണേ, നീ ചെന്ന് വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും അല്ലേ ചങ്കു ബ്രോ, നീ വിളിച്ച എന്താണേലും ശിവരാമേട്ടൻ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കില്ല. അത് ശരിയാ മോളെ, നീ ഒന്ന് ചെന്ന് വിളിക്കുക എന്ന് വേഗം തന്നെ നമ്മുടെ ശ്യാമളയും പറയുകയാണ് കേട്ടോ. അതെ, ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ, എന്തെങ്കിലും വന്നു പോയാൽ അമ്മ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, നീ ഒന്ന് ചെല്ല് എന്നിങ്ങനെ പറഞ്ഞോ. അതെ, ഹോസ്പിറ്റലോ ആട്ടെ, എന്തെങ്കിലും അസുഖം വരട്ടെ കൊണ്ടുപോട്ടെ, വയ്യാതായി ആശുപത്രിയിലാവണം, അതാ ഇപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ആര്യേ എന്ന് വിളിച്ചു. അമ്മായി എന്നോട് ക്ഷമിക്ക്, പക്ഷേ എങ്കില് ഞാൻ പറഞ്ഞതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ്? വാക്കും പ്രവൃത്തിയും രണ്ടായിട്ട് കൊണ്ടു നടക്കുന്ന ആളാ അമ്മാവൻ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അമ്മായിയും അങ്ങനെ തന്നെയാ. അല്ലെങ്കിൽ അമ്മായി പറ, അഞ്ജലി എന്ത് തെറ്റാ ചെയ്തത്? സ്വമാനസാലെ അല്ലെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അവൾക്ക് രാജീവിനെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ഇതേ രാജീവിനെ തന്നെയല്ലേ നിങ്ങൾ രണ്ടാളും കൂടി ചേർന്ന് അഞ്ജലിക്ക് വേണ്ടിയിട്ട് നേരത്തെ കണ്ടുവച്ചിരുന്നത്? എന്താ ശരിയല്ലേ? അപ്പൊ മിണ്ടുന്നില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അന്ന് അയാള് നിങ്ങൾക്ക് യോഗ്യനായിരുന്നു, പിന്നെന്താ ഇന്ന് വീട്ടിൽ കയറ്റാനായിട്ട് അയോഗ്യനായി പോയത്? എന്താ ഇതിന് കാരണം? അപ്പൊ മിണ്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്, അഞ്ജലിക്ക് നിങ്ങളെ കബളിപ്പിക്കാനോ വഞ്ചിക്കാനോ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയൊന്നും അവൾ ചിന്തിച്ചിട്ടില്ല. വീട്ടുകാരൻ നടത്തി കൊടുക്കാന്ന് പറഞ്ഞ കല്യാണം വേണ്ട എന്ന് വെച്ചിട്ട് ആരെങ്കിലും പൊളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുവോ? ഇല്ലല്ലോ. അത് ചെയ്യുവോ? ഇനി അഥവാ അഞ്ജലി ചെയ്തത് ഒരു മഹാ അപരാധമാണ് തന്നെ ഇരിക്കട്ടെ, പക്ഷെ സംഭവിച്ചു പോയതിനെല്ലാം അവൾ നിങ്ങൾ രണ്ടുപേരുടെയും മുൻപില് കൈ കൂപ്പി പിടിച്ച് മാപ്പ് പറഞ്ഞതല്ലേ. എന്നിട്ടെന്താ നിങ്ങൾ അത് പോലും ചെവിക്കൊള്ളാഞ്ഞത്? നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനസാക്ഷി ഉണ്ടായെങ്കിൽ നിങ്ങൾക്കത് ചെയ്ക്കൊള്ളില്ലായിരുന്നോ? അതെങ്ങനെയാ നിങ്ങളുടെ വായ്ത്തളത്തിനൊത്ത് ഏഷ്യനി കയറ്റാനായിട്ട്? ഇവിടെ വേറെ ചിലരും ഇരിപ്പുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മനുഷ്യൻ എങ്ങനെ നന്നാവാനാ? ഡി എന്ന് വിളിച്ച് ഇന്ദിര. അപ്പോ പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ടായല്ലേ നിന്റെ കയറ്റം മുഴുവൻ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശിവരാമൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഞാൻ ആരുടെയും നെഞ്ചത്ത് കയറാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനേ ഉള്ള കാര്യം ആരോടും ഒന്നും പറയാനും പോകുന്നില്ല എന്ന് പറഞ്ഞ ആര്യ ദേഷ്യപ്പെട്ടു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. എനിക്ക് ഇവിടുത്തെ ജീവിതവും മനുഷ്യരെയും ഒക്കെ മടുത്തു. സത്യം പറഞ്ഞാലുണ്ടല്ലോ ചത്ത് കളഞ്ഞാലോ എന്നാ ഇപ്പൊ ഇതിന്റെ ആലോചന എന്ന് പറയാണ്. എന്നാ വാടി നീയെ, ഞാൻ നിനക്ക് ഒരു മുഴം കയറെടുത്ത് തരാടി തൂങ്ങിച്ചു പോവാനായിട്ട്. അത് പോരാ എങ്കിൽ നിനക്ക് ബ്ലേഡ് മതിയോ? എന്താ അത് വേണോ? ഇന്ദിരേ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് ശിവരാമൻ അങ്ങോട്ടേക്ക് കയറി വന്നത്. തെറ്റ് പറ്റിയാൽ അത് തിരുത്തുക തന്നെ ചെയ്യണം. ദുരഭിമാനത്തിന്റെ പേരില് തെറ്റായിട്ട് കാണാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ആർക്കാണെങ്കിലും തെറ്റു പറ്റിയാൽ തിരുത്താൻ പഠിക്കണം, അത് തന്നെയാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ആര്യമോള് പറഞ്ഞത് തന്നെയാ ശരി, അതിലൊരു സംശയവും. ശ്യാമളയുടെ കാര്യം അതെനിക്കറിയില്ല, പക്ഷെ എന്റെ കാര്യത്തില് എനിക്കൊരു തീരുമാനമായി. എനിക്ക് തെറ്റുപറ്റി എന്ന് ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ എന്റെ മനസാക്ഷിയിൽ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ മോളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റാത്ത തെറ്റ് അല്ലെങ്കിൽ അത് എനിക്ക് തിരുത്തുക തന്നെ ചെയ്യണം. ഞാൻ അതിന് പോവാൻ തീരുമാനിച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഞാൻ അഞ്ജലിയെ പോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയാണെന്നാ പറഞ്ഞത്, ഉടൻ തന്നെ എന്ന് പറഞ്ഞു ശിവരാമൻ. അപ്പൊ ഇത് കേട്ടപ്പോ ഏറ്റവും ആര്യക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഒരു വണ്ടി വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ അനുപമയാണ്. അടുത്ത കെണിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവളുടെ വരവ് കണ്ടോണ്ട് തന്നെ ഇവരുടെ മുഖമൊക്കെ വളിച്ചു. ഇനി എന്ത് പൊല്ലാപ്പാണോ ഇവള് കൊണ്ടുവരുന്നത് എന്ന് ഓർത്തിട്ട് അപ്പൊ ഭയങ്കര സന്തോഷത്തിൽ അഞ്ജലിയെ വിളിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു എല്ലാവരുടെയും. ഇവളൂടി വന്ന സ്ഥിതിക്ക് ഇവിടെ എന്തെങ്കിലും നടക്കും എന്ന ഇന്ദിര ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ ശിവരാമൻ അങ്ങോട്ടേക്ക് ഇറങ്ങി, ശ്യാമളയും എല്ലാവരും ഉണ്ട്. അപ്പം ഗുഡ് മോർണിംഗ് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്നോട് ഈ വീട്ടുമുറ്റത്ത് കാല് കുത്തരുതെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അയ്യോ സോറി, ഞാനിവിടെ കയ്യും കാലും ഒന്നും കുത്താമെന്നല്ല. അതെ, അറിയാവുന്ന ഒരു കാര്യം ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനെ കഴിഞ്ഞ ദിവസം നീ ഇവിടെ വന്ന് നിനക്ക് പറയാനുള്ളത് മുഴുവൻ ഈ മുട്ടത്ത് ഛർദിച്ചു വെച്ചിട്ടല്ലേടി നീ പോയത്? പിന്നെ ഇനി എന്താ പ്രത്യേകം നിനക്ക് പറയാനുള്ളത്? കഷ്ടം തന്നെ നിന്റെ കാര്യം എന്ന് പറയണം.
അയ്യോ, പറയാനുള്ളത് അഞ്ജലി മോളുടെ കല്യാണത്തെക്കുറിച്ച് തന്നെയാ പറയാനുള്ളത്. സത്യം പറഞ്ഞ അന്നൊരു സദ്യ കിട്ടാത്തതിലും പായസം കിട്ടാത്തതിലും എനിക്കൊരു മിസ്സിങ് ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു സത്യത്തില്. അതേന്നെ, അതിനി വേണമെങ്കിലും ആകാമല്ലോടി. നീ അറിഞ്ഞിരുന്നോ? നിന്റെ വാക്കും കേട്ട് ഇവിടെ നിന്ന് പുറത്താക്കിയ അഞ്ജലിയെ തിരികെ വിളിച്ചു കൊണ്ടുപോകാനായിട്ടാണ് നിന്റെ അച്ഛന്റെ ഈ പുറപ്പാട് എന്ന് പറഞ്ഞ ഇന്ദിര. തെറ്റുപറ്റിപ്പോയെന്ന് ശിവരാമേട്ടന് പെട്ടെന്ന് ത്രികാലജ്ഞാനം ഉണ്ടായി എന്നാ പറയണത്. അതേതായാലും നന്നായി. എന്തിന്റെ പേരിലാണെങ്കിലും അഞ്ജലിയെ തിരികെ വിളിച്ച് ഈ വീട്ടിൽ നിർത്തുന്നത് തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒക്കെ നല്ലത് എന്ന് പറഞ്ഞു. ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലായില്ല. ഇതെന്തു പാട് ഡി പെണ്ണെ, നിനക്ക് ശിവരാമേട്ടന് വന്നതുപോലെ വല്ല ബോധോദയം ഉണ്ടായോ? നീ എന്തൊക്കെയാ അനുപമ ഈ പറയുന്നത്? ബോധോദയം അല്ല അമ്മായി, അഞ്ജലി തന്നിഷ്ടപ്രകാരം ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചത് മാത്രമേ നിങ്ങൾക്കെല്ലാവർക്കും ഇതുവരെയും അറിയാവുള്ളൂ. എന്നാൽ അതൊന്നുമല്ല സത്യം എന്നിങ്ങനെ പറയാണ്. പക്ഷേ അവളെ ആരെയാണ് കല്യാണം കഴിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അവൾ ആരെ കല്യാണം കഴിച്ചാലും നിനക്കെന്താ നഷ്ടം? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ അനുപമേ? എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അച്ഛാ. പക്ഷേ ഫോമൽ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണന് നഷ്ടപ്പെടാനായിട്ട് പലതുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നവും എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് വെച്ചാൽ നീ വന്നത് പറഞ്ഞിട്ട് പോ അനു. പറയാം എന്ന് പറഞ്ഞ് അനുപമ. മറ്റൊന്നുമല്ല, സിമ്പിളായിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ആദർശധീരനായ ശിവരാമകൃഷ്ണന്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്നറിയൂ. ഇനി ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അത് ആ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയാണ് ശിവരാമകൃഷ്ണന്റെ ആജന്മ ശത്രു. എന്താ ശരിയല്ലേ? അയാളുടെ പുന്നാര മകൻ അർജുൻ രാഘവ നിങ്ങളുടെ പുതിയ മരുമകൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും ഷോക്കായി പോയി. ഇതെന്ത് ഇവളി പിച്ചും പേയും പറയുന്ന പോലെ പറയുന്നത്? ഇവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത് ഇവള് എന്നിങ്ങനെ മനസ്സിലാവാതെ എല്ലാവരും ഇവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. സാക്ഷാൽ അഞ്ജലിയുടെ ഭർത്താവ് അത് തന്നെയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അതെങ്ങനെയാ ശരിയാകുന്ന അനുപമേ എന്നിങ്ങനെ ചോദിച്ച് ഇവരെല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. അതെ, അതിന് അഞ്ജലിയുടെ ഭർത്താവ് രാജീവ് അല്ലേ? അതെങ്ങനെയാ നമ്മുടെ രാഘവനുണ്ണിയുടെ മകനാകുന്നത്? അപ്പൊ രാജീവ് ആരാ? അത് രണ്ടും ഒന്ന് തന്നെയാ എന്ന് പറഞ്ഞു അനുപമ. പ്രേമിക്കാനിട്ട ഫാൻസി പേരാണ് ഈ രാജീവ്. ഒറിജിനൽ അർജുൻ എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇവർക്കത് ഭയങ്കര ഷോക്കായി പോയി. എൻ്റെ പൊന്നാര അച്ഛനും അമ്മയ്ക്കും മനസ്സിലായല്ലോ ഇതൊരു ട്രാപ്പാണെന്ന്. അഡ്വക്കേറ്റ് രാഘവനുണ്ണി തൻ്റെ മകനായ അർജുനെ മുന്നിൽ നിർത്തി ഒരുക്കുന്ന ഒരു ബ്രില്യൻറ്റ് പ്ലാൻ തന്നെയാണ് ഇത്. അതില് ഇതേ ഭയങ്കര ബുദ്ധിശാലിയാണ്. അത് തന്നെ സ്വന്തം ഐഡന്റിറ്റി പോലും മറച്ചു വെച്ച് നമ്മുടെ അഞ്ജലിനെ അവൻ കെണിയിലാക്കുകയും ചെയ്തു. അവൾ അതിൽ മൂക്കുകുത്തി വീണു എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ സത്യം എന്ന് പറയാണ് കേട്ടോ. സ്വയം ബുദ്ധിരാക്ഷസിയാണെന്ന് മേനി നടച്ചിരുന്ന അഞ്ജലി എന്ത് ചെയ്യാനാ, അതിൽ വീണും പോയി. പാവം, കഷ്ടം തന്നെ. ആകെപ്പെട്ടു എല്ലാവരും വീണ്ടും. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ട് സ്വന്തം മകളെ ആ ചാരലിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിന്ന് സമയം കളയാതെ അവളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ബുദ്ധി. അവിടെ ശംഖുചക്രം ചറവാട്ടിൽ കയറിയാൽ അവളുടെ ജീവന് പോലും ചിലപ്പോ അത് ആപത്തായി മാറിയേക്കാം. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞു. ഈശ്വര, ഈ വീട്ടിൽ ഞാൻ പുകഞ്ഞു കൊള്ളിയാണെങ്കിലും കുറച്ച് നന്മ ഉള്ളിൽ ബാക്കിയുള്ളത് കൊണ്ട് ഇത്ര ഇവിടെ വന്നു നിന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ത് വേണോന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുപമ വേഗം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ എന്താണെന്ന് മനസ്സിലാവാതെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ദേഷ്യപ്പെട്ട ശിവരാമൻ അകത്തേക്ക് കയറി അങ്ങ് പോയി കേട്ടോ. അപ്പം എന്തിനിങ്ങനെ നിൽക്കുകയാണ് ഇവളിത്? എന്ത് കളിയെ കളിക്കുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും എന്തോ ഒരു ദുരുദ്ദേശം അവളുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാട് ഇതിരെ മനസ്സിലിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് ദേണ്ട നമ്മുടെ പാർത്ഥസാരഥിനെയാണ്. അപ്പൊ പാർത്ഥസാരഥി അവിടെ ഒരു കുളത്തിൽ വന്ന് നിന്ന് കുളിക്കുകയും നമ്മുടെ ഹെർക്കുലീസ് ജിമ്മിന്റെ ഉടമ പണ്ട് നമ്മുടെ അർജുനെ രക്ഷിച്ച അപ്പം അദ്ദേഹം അവിടെ ഉണ്ട് കേട്ടോ. അദ്ദേഹം ഇങ്ങനെ കുളിച്ചു അപ്പുറത്ത് ഒരു മാറിൽ ഒരു കടവിൽ നിന്ന് കുളിക്കുകയും അങ്ങനെ ധ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതേണ്ട ഒരു വണ്ടി അങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ അനുപമ പറഞ്ഞു വിട്ട ഗുണ്ടകള്.
ഈ സമയത്ത് അർജുൻ അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. അപ്പം ഈ ഇവിടെ തന്നെയാണല്ലോ ഏട്ടത്തി പറഞ്ഞ സ്ഥലം എന്നിങ്ങനെ അർജുൻ ഇങ്ങനെ ഓർത്തു കേട്ടോ. അതെ, അത് തന്നെയാണ് സ്ഥലം. പക്ഷെ ഇവിടെ എങ്ങും ആരെയും ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ആരെങ്കിലും കാണുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അർജുൻ പതുക്കെ ഇറങ്ങി. എന്നിട്ട് അവിടെ ഇങ്ങനെ അനുപമയെ വിളിച്ചു. പക്ഷെ ഫോണിൽ കിട്ടിയില്ല. ആളിങ്ങനെ നടന്ന് ആ കുളത്തിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേണ്ട രണ്ടവന്മാര് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ നല്ല ആഴമുള്ള കുഴവാ, അറിയാതെങ്ങാനും കയറി കൊലത്തി വീണ അത് പണിയാവൂ, പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറയണം. അതിന് മാത്രം ആഴമൊന്നും ഇല്ലെന്നേ, സംശയമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ, എന്താ ബായി എന്ന് ചോദിക്കണം. വാ എന്ന് പറഞ്ഞു എന്റെ കൈക്ക് കയറി പിടിച്ചു. ബ്ര, നിങ്ങളൊക്കെ ആരാ, എന്താ ഉദ്ദേശം, അത് അവിടെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ വേണ്ട അവിടെ നിന്ന് ഭയങ്കര ഗുണ്ടയുടെ ഫോമിലൊക്കെ ആളിങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അർജുന്. അപ്പൊ ഇവനെ അടുത്തേക്ക് വന്നു. അർജുൻ ഇങ്ങനെ നോക്കി നിൽക്കണം. അതെ, ഞാൻ തീർത്തു തരാം സഹോദരന്റെ സംശയം. ആള് ഡീസന്റ് ആണെന്ന് തോന്നല്ലോ, പോരാത്തതിന് ഒരു നല്ല ചെറുപ്പക്കാരനും. സത്യം പറഞ്ഞാലേ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയാലോ, ഇതൊരു കൊട്ടേഷനാണ് കേട്ടോ. അതുകൊണ്ട് ദേ, ഓഹോ, അപ്പൊ ഏട്ടത്തിയുടെ ട്രാപ്പായിരുന്നു അല്ലേ എന്ന് അർജുൻ. ഞങ്ങൾ 4 സുഹൃത്തുക്കൾ ചേർന്ന് ബായി എടുത്തിട്ട് നന്നായി ഒന്ന് പെരുമാറും. അതിനുശേഷം വയറ് കുത്തിക്കീറി ബോഡി എടുത്തിതേ കുളത്തിൽ കല്ല് കെട്ടി താക്കും. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ കൊട്ടേഷൻ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, കൊട്ടേഷൻ നടത്തിക്കോ, ചാവാനും ഞാൻ റെഡിയാ. പക്ഷേ ഒരു സംശയം, നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നതാരാ എന്നിങ്ങനെ ചോദിച്ചു. ഒരു സ്ത്രീയാണോ? പറഞ്ഞു. ഞാൻ ഇവിടെ എത്തും എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞയച്ചത് ഒരു ചെറുപ്പക്കാരി. അങ്ങനെ ചോദിച്ചാ ഈ ക്ലയൻസിന്റെ കാര്യമൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാ നമ്മുടെ ഒരു നാട്ടു നടപ്പേ. എന്നാ നിന്നെ കണ്ട ഒരു മാന്യനായി തോന്നുന്നതുകൊണ്ടും ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ അങ്ങ് പറയാം. എന്നാൽ ഇതൊരു പുരുഷൻ തന്ന കൊട്ടേഷനാണ് എന്ന് പറഞ്ഞു. അർജുൻ രാഘവ് എന്ന ചെറുപ്പക്കാരനെ തീർത്ത് കെട്ടി വെടിപ്പായിട്ട് അങ്ങ് ചെയ്യണം എന്നാണ് ആവശ്യം. പിന്നെ പുരുഷനോ എന്ന് ചോദിച്ചു. അതെ, പുരുഷൻ തന്നെയാണ്. രക്ഷപ്പെടാനാവില്ല ബായി. കൊട്ടേഷൻ തന്നത് ഒരു ക്രിമിനൽ ലോയറാണ് എന്ന് പറഞ്ഞു. അപ്പൊ അർജുൻ ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ. പേര് ചോദിക്കരുത്, ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തോ ഒരു പന്തുകേട് ഇവന് മനത്തു. അപ്പം ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവന്മാരുടെ അടുത്ത് നിന്ന് വേഗം തന്നെ കൈ വെട്ടിച്ച് ഇവൻ ഇറങ്ങി ഓടി കേട്ടോ. ഓടി ഒരു വണ്ടിയുടെ മണ്ടിൽ ഇങ്ങനെ ചാടി കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അല്ല ബായി, സത്യത്തിലേ എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ കേട്ടോ. വെള്ളത്തിൽ വീണ പണിയാ. അതുകൊണ്ട് നമുക്ക് ഈ സംഘടന രംഗം ഇവിടെ വെച്ചങ്ങായാലോ, എന്നാ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് ഇവന്മാരുമായിട്ട് ഉഗ്രനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട്. പക്ഷെ ഇവന്മാര് ഒന്നും നോക്കിയില്ല. അർജുനെ തൂക്കിയെടുത്ത് ഇവന്മാരെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ഇവനെ കുളത്തിലോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം ഒരു സൈഡില് വേറൊരു സൈഡിലാണ് ഈ പാർത്ഥസാരഥിയിൽ നിന്ന് കുളിക്കുന്നത്. ഇവൻ വെള്ളത്തിൽ വീണിട്ട് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഇവന്മാർ ഇത് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട് പാർത്ഥസാരഥി വേഗം തന്നെ നീന്തി ചെന്ന് ഇവനെ തൂക്കിയെടുത്തതേ കരയ്ക്ക് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. മോനെ, എടാ അർജുനെ എണീറ്റടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അർജുൻ കണ്ണൊന്നും തുറന്നില്ല. അർജുൻ ഇങ്ങനെ എടുത്ത് കരയെ കൊണ്ടുപോയി കിടത്തി കേട്ടോ. അപ്പം ഇവന്മാര് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ഗുണ്ടകള്. അപ്പോ നമ്മുടെ ഡ്രസ്സ് നനയാൻ നമ്മുടെ പണി എളുപ്പമായി. അപ്പൊ എന്നാ പിന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 രൂപ എടുത്ത് പാർത്ഥസാരയുടെ നേരെ ഇവൻ ഇങ്ങനെ നീട്ടുവാണ്. ഇവൻ ഇവിടെ കിടന്ന് വെള്ളം കുടിച്ച് ചത്താ നമ്മൾ പോകുന്നതിന് പിന്നാലെ ഇവിടെ ബോഡി അങ്ങ് പൊങ്ങും. അത് ഞങ്ങൾ ഓർത്തില്ല അപ്പോഴത്തെ ആവേശത്തില്. അതോടെ നമുക്കുള്ള പണി പാലും വെള്ളത്തിൽ കിട്ടുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ ഇനിയുള്ള പണി ഞങ്ങള് ജയനും പിള്ളേരും നോക്കിക്കോളാം, നീ വിട്ടോ, താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർത്ഥസാരഥിയുടെ നേരെ നീട്ടുകയാണ്. പറഞ്ഞില്ലേ, ഇത് കൊമ്പൻ ഷേന്റെ ശാപ്പാടാം, അതിൽ ആരും കൈവയ്ക്കുന്നത് എനിക്കിഷ്ടല്ല, നീ വിട്ടോ എന്ന് പറയുകയാണ് കേട്ടോ. ഓഹോ, കൊമ്പൻ ജയന് ഒരു നേരത്തെ ശാപ്പാടായിരിക്കും ഈ കിടക്കുന്നത്. പക്ഷേ ഈ കിടക്കുന്നത് എന്റെ ചങ്കു ബ്രോയാ, പിന്നെ പാർത്ഥസാരഥിയുടെ സ്വന്തം അർജുൻ. അവനെ ആരും കൈവയ്ക്കുന്നത് എനിക്കിഷ്ടല്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ പണി കൂടുമെന്ന്. പണിയായിരുന്നു വാങ്ങിയാ പിന്നെ ഞാൻ എന്താ ചെയ്യാനാ? അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങ് തുടങ്ങിയേക്കാം. എന്താ എന്റെ അയ്യപ്പ സ്വാമിയെ, പാല കയറി നിന്നെ ഒന്ന് വന്ന് കണ്ട് നല്ല വർത്തമാനം പറയാന്ന് കരുതിയതാ. ഇന്നിനിപ്പൊ മാലയിടിയിലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അഹിംസ വെടിഞ്ഞേ പറ്റൂ. അതെങ്ങനെയല്ലേ, വിഘ്നം എങ്ങനെയാളെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, ഇങ്ങോട്ട് പാടാ എന്ന് പറഞ്ഞ് ഇവന്മാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി നല്ല നാടൻ തല്ലെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഇടി അങ്ങോട്ട് കൊടുത്ത് എല്ലാത്തിനെയും ഒരു വശത്താക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ പാർത്ഥസാരഥി.
അപ്പോൾ അർജുൻ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ, സൈഡിൽ ഇങ്ങനെ എന്താ പറയുക, വെള്ളം കുറേ കുടിച്ചിട്ടുണ്ട് ആള്. അപ്പം ആളിനെ രക്ഷിച്ച് അവിടെ വെച്ചിട്ടുണ്ട്, ജീവനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോലെ. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. അപ്പോൾ ബൈ ആൻഡ് സീ യു അഗെയിൻ.